ഹായ്, എല്ലാവർക്കും മനുക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇതിപ്പോൾ ഞാൻ കുറച്ച് ഒരു ഇടവേള വന്നു അല്ലേ. എനിക്ക് തീരെ സുഖം ഉണ്ടായിരുന്നില്ല, ഫീവറൊക്കെ ആയിരുന്നു, പിന്നെ ത്രോട്ട് പെയിൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഒരു 3-4 ദിവസമായി ഇപ്പോൾ നിങ്ങളെ കണ്ടിട്ടല്ലേ, വീഡിയോ ഒക്കെ ചെയ്തിട്ടൊരു 3-4 ദിവസമായി. അപ്പോൾ ഇന്നെന്തായാലും അപ്പോൾ എന്നോട് ഒരു 2-3 പേര് ചോദിച്ചിരുന്നു എഗ് ഫ്രൈഡ് റൈസിൻ്റെ കാര്യം. അപ്പോൾ അതിന്ന് എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് എസ്പെഷ്യലി എൻ്റെ ചേച്ചിയുടെ മോള്, രേണു ചേച്ചിയുടെ മോള് പാറുവിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത്. പാറു എന്ന് പറഞ്ഞാൽ അവളുടെ ശരിക്കുള്ള പേര് രസിക എന്നാണ്. അവർ ഇരിങ്ങാലക്കുടയിലാണ്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ എഗ് ഫ്രൈഡ് റൈസ് ചെയ്യണത്. അവൾ കുറേ നാളായി ചോദിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പം നമുക്ക് അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലൊരു ഗ്ലാസ് ബസുമതി റൈസ്, അത് ഞാൻ ഒരു അരമണിക്കൂർ, ഹാഫ് ആൻ അവറിന് മുന്നേ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. ഒരു ഹാഫ് ആൻ അവർ, അരമണിക്കൂർ കേട്ടോ. അപ്പോൾ അത് ഞാൻ അതിലെ വെള്ളമൊക്കെ മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എഗ് ഫ്രൈഡ് റൈസിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് എഗ്ഗാണ്. ഇപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലെ ബസ്മതി റൈസിന് ഞാൻ 4 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ 3 ക്യാരറ്റ്, പിന്നെ ബീൻസ്. ഓക്കെ, ഇത് മല്ലിയില. ഓക്കെ, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, അതായത് ജിഞ്ചർ ഗാർലിക്. ഇത് നമുക്ക് എടുത്തിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിത് പേസ്റ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വാഷ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അതിന് മുന്നേ, അപ്പോൾ അത് കട്ട് ചെയ്യുന്നതിനേക്കാളും മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, ഈ ബസ്മതി റൈസ് ഉണ്ടല്ലോ, കുതിർത്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് നമുക്കൊന്ന് വേറൊരു പാത്രത്തിൽ ഒന്ന് വേവിച്ചെടുക്കണം. അധികം വേവാൻ പാടില്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ വെള്ളം ഏകദേശം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ കുതിർത്ത് വെച്ചിരുന്നില്ലേ ബസുമതി റൈസ്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, എന്നുവെച്ചാൽ വെള്ളം നന്നായിട്ട് ചൂടുള്ളതാണ്, നമ്മുടെ കയ്യുമ്മലേക്ക് തെറിക്കാണ്ട് നോക്കണം. ഓക്കെ, വെള്ളം നന്നായിട്ട് ചൂടായി കുറച്ച് ഒരു തിളപ്പ് വരുമ്പോഴാണ് നമ്മൾ എപ്പോഴും അരി അതിലേക്ക് ഇടുക കേട്ടോ. അത് മിക്കവർക്കും അറിയില്ല എന്ന് തോന്നുന്നു. എന്താ വെച്ചാൽ ഞാനൊക്കെ ഇത് പഠിക്കണ സമയത്ത് എന്നെയൊക്കെ അമ്മ ഇങ്ങനെ പഠിപ്പിച്ചേക്കണേ. അതായത് അരി ഇടാനായിട്ട് വെള്ളം ഒരു തിളപ്പിൻ്റെ പരുവം വരുമ്പോഴാണ് നമ്മൾ അരി അതിലേക്ക് ഇടേണ്ടത്. ഇടുമ്പോൾ ശ്രദ്ധിക്കുക, വെള്ളം നമ്മുടെ കയ്യിലേക്ക് തെറിക്കാണ്ട് നോക്കുക. ശ്രദ്ധിച്ചിടുക എപ്പോഴും, എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഇത് ഫുള്ളിട്ടു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മിക്സ് ചെയ്യുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് എന്തിനെങ്ങനെ മിക്സ് ചെയ്യണമെന്നറിയോ? അതല്ലെങ്കിൽ അത് അടിയിൽ വന്നിട്ട് അങ്ങനെ കിടക്കുമ്പോൾ അതങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കും, അടി പിടിക്കും പറയും. അപ്പം നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഇനിയിപ്പോൾ നന്നായിട്ട് തിളച്ച് അതൊന്ന് കുറച്ചൊന്ന് വേവട്ടെ. അധികം വേവാൻ പാടില്ല കേട്ടോ, അത് ശ്രദ്ധിക്കണം. ഞാൻ കാണിച്ചു തരാം എത്രയ്ക്കാണ് വേവേണ്ടതെന്ന്. ഓക്കെ, കണ്ടില്ലേ, നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം, ഇതായിട്ടുണ്ട്. പരുവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ പറ്റണം. ഇതിലും വേവാൻ പാടില്ല കേട്ടോ. ഇതുപോലെ കാണിക്കുമ്പോൾ അറിയാൻ പറ്റും നമുക്ക്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. ഓഫ് ചെയ്തിട്ട് ഇതിൽ നിന്ന് വെള്ളമൊക്കെ നമുക്ക് മാറ്റിയിട്ട് ഈ ചോറ്, അതായത് ഈ ബിരിയാണി ചോറ് നമുക്ക് ആദ്യം
നല്ലോണം തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷമാണ് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് ഇതിൻ്റെ ചൂടൊക്കെ മാറി തണുക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇതിൻ്റെ വെള്ളമൊക്കെ മാറ്റി കളഞ്ഞിട്ട് അതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് ചൂടാറാൻ വയ്ക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ചോറ് ബിരിയാണി റൈസ് ചൂടാറണ സമയം കൊണ്ട് ഞാൻ എന്താ ഇതൊക്കെ കട്ട് ചെയ്തെടുത്തു. മല്ലിയില, ബീൻസ്, ക്യാരറ്റ്, പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്ത് വെച്ചു ഞാൻ. ഇതാ കുരുമുളക് പൊടി, പിന്നെ ഇതാ ഇത് ഞാൻ നേരത്തെ ഒരു 4 കോഴിമുട്ട കാണിച്ചില്ലേ, അത് ഞാനൊക്കെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇത് റെഡ് ചില്ലി സോസാണ്. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കണതാണ്. റെഡ് ചില്ലി സോസ്, ഗ്രീൻ ചില്ലി സോസ്, അതുപോലെ ടൊമാറ്റോ സോസൊക്കെ ഞാൻ വീട്ടിലുണ്ടാക്കും. അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് വേറെ എപ്പിസോഡുകളായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത് റെഡ് ചില്ലി സോസ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ ഇതൊരു 1 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. ഇതാണ് നമുക്ക് ആവശ്യമുള്ളതാണ്. പിന്നെ ഇത് ഞാൻ സോയാ സോസ്, ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് സോയാ സോസ്, ഇതും 1 ടേബിൾ സ്പൂൺ തന്നെ വേണം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം, പിന്നെ വെളിച്ചെണ്ണ വേണം. ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ ഇത് നെയ്യിൽ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യിൽ നമുക്കിത് ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ ബിരിയാണി റൈസ് വേവിച്ചപ്പോഴും നെയ്യ് അതിലൊഴിക്കാം. പക്ഷെ ഞാനങ്ങനെ ചെയ്യാറില്ല. ഇവിടെ ആർക്കും ഇഷ്ടമല്ല. ഇവിടെ എൻ്റെ ഹസ്ബൻഡിനും മോനൊന്നും അങ്ങനെ നെയ്യിൽ ഇങ്ങനെ ഈ റൈസൊക്കെ ഉണ്ടാക്കണത് ഇഷ്ടമല്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ളത് ഈ കോഴിമുട്ട വറുത്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിലേക്ക് ഞാൻ ഈ കുരുമുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ. നമുക്ക് കുരുമുളക് പൊടിയുടെ ടേസ്റ്റാണ് കുറച്ചധികം നിൽക്കേണ്ടത് ഈ ഫ്രൈഡ് റൈസിൽ. പിന്നെ സോൾട്ട് ആഡ് ചെയ്യണം. ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം കോഴിമുട്ട വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുകയാണ്. ഇനി ഇതാ നമ്മളിവിടെ അടിച്ചു വച്ചിരിക്കുന്ന കോഴിമുട്ട അതിലേക്ക് ഒഴിക്കുക. നന്നായിട്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് അത് നന്നായിട്ടൊരു ഉപ്പേരി പരുവാവട്ടെ കേട്ടോ. മുട്ട വറുക്കുക എന്ന് പറയില്ലേ, അപ്പോൾ നമ്മൾ ആദ്യം മുട്ട വറുത്തെടുക്കുക. ഓക്കെ, കോഴിമുട്ട ഞാൻ വറുത്തെടുത്ത് വേറെ പാത്രത്തിൽ നീക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം പാൻ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നില്ല, അത് കുറച്ച് സിമ്മിലിട്ടിരിക്കുകയാണ്. സെയിം പാനിൽ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക. നെയ്യ് ആവശ്യമുള്ളവർക്ക് നെയ്യ് ഒഴിക്കുക കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ ഓൾറെഡി ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് ചൂടാക്കേണ്ട കാര്യമില്ല. നമ്മൾ ആദ്യം വെളിച്ചെണ്ണയിലേക്ക് ഇടേണ്ടത് അരിഞ്ഞു വച്ചിരിക്കുന്ന മല്ലിയില. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഫ്ലെയിം കുറച്ചാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ഇത് ഏകദേശം വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത് ആഡ് ചെയ്യാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നില്ലേ, നമ്മുടെ ചെറിയ ജാറില്ലേ മിക്സിയുടെ, അതിൽ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. വെള്ളം ഒഴിക്കരുത് ശരിക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ. ഫ്ലെയിം കുറച്ചാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. കുറച്ച് കൂട്ടിയിടാം ഫ്ലെയിം.
അതൊന്നൊരു ബ്രൗണിഷ് ആവുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാരറ്റും ബീൻസും നമ്മൾ എരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് രാവിലെ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുത്തേക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. തലേ ദിവസം ബിരിയാണി റൈസ് ഇപ്പോൾ വേവിച്ച് നമ്മൾ തണുപ്പിച്ച് വയ്ക്കില്ലേ, അപ്പോൾ അങ്ങനെ ചൂടാറിയതിന് ശേഷം ബിരിയാണി റൈസ് വേവിച്ചിട്ട് അത് ചൂടാറിയതിന് ശേഷം നിങ്ങളൊരു ബോക്സിലാക്കിയിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചോളൂ. അപ്പോൾ പിറ്റേ ദിവസം ഈ പറഞ്ഞ പോലെ ഈ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് നമുക്ക് 5 മിനിറ്റിനുള്ളിൽ, 10 മിനിറ്റും കൂടിയും വേണ്ട, 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കുട്ടികൾക്കോ അല്ലെങ്കിൽ ഹസ്ബൻഡിനൊക്കെ ഓഫീസിലേക്ക് കൊടുത്തേക്കാം. ഇപ്പോൾ ബാച്ചിലേഴ്സ് ആണെങ്കിൽ ഈസി ആയിട്ട് കൊണ്ടുപോവാം. നിങ്ങൾ കിടക്കണേന് മുമ്പ് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. വളരെ ഈസിയാണ് കേട്ടോ അത് ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ബ്രൗണിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ക്യാരറ്റും ബീൻസും അരിഞ്ഞു വെച്ചത് അത് ഒരുമിച്ച് ചേർക്കാം കേട്ടോ. നമുക്ക് ഫ്ലെയിം കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂടി അതിൻ്റെ ഇടയിലുണ്ടായിരുന്നു. നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ബിരിയാണി റൈസ് വേവിക്കുന്ന സമയത്തൊന്നും സോൾട്ട് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ചോറ് വേവിക്കുമ്പോഴൊന്നും സോൾട്ട് ആഡ് ചെയ്യാറില്ല. ചിലവർ ആഡ് ചെയ്യണ കാണാം, ഞങ്ങൾ ആഡ് ചെയ്യാറില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ടൊന്ന് വാടട്ടെ. ഒരുപാട് അങ്ങോട്ട് ഉടയണ്ട, നമുക്കൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. അപ്പം നമുക്ക് തുറന്ന് നോക്കാം. ഞാൻ ദേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ തുറന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇനി ഇത് നന്നായിട്ടായിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ ഉപ്പ് നോക്കിയിട്ട് ഇടണം. ഞാൻ ചോറിൽ ഒന്നും ഉപ്പ് ചേർക്കാത്തതിൻ്റെ പേരിൽ ഞാൻ ഇതിൽ ഉപ്പ് എൻ്റെ കറക്റ്റാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതിൻ്റെ പേരിൽ എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ ചോറിൽ, അതായത് ബിരിയാണി റൈസിലൊക്കെ ഉപ്പ് ചേർക്കുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ ഇതിൽ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ കേട്ടോ. എപ്പോഴും കുറേശ്ശെ, അതായത് കുറേശ്ശെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നോക്കുക എങ്ങനെയാണെന്ന്. ആവശ്യത്തിനുണ്ടെങ്കിൽ മാത്രം ഇടുക. ഉപ്പ് അധികമായി കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാണ്. അതിങ്ങനെ റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ, കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ, അതായത് കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്ന അപ്പോഴാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിദ്യകൾ ഉപയോഗിക്കാം. ഇതിലിപ്പോൾ ഉപ്പൊക്കെ കൂടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ റെഡ് ചില്ലി സോസ് ഇല്ലേ, അത് ആഡ് ചെയ്യാം. ഞാൻ 1 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഫ്ലെയിം സിമ്മിലാണ് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സോസുകൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ വേറെ എപ്പിസോഡുകളായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ടൊമാറ്റോ സോസും റെഡ് ചില്ലി സോസ്, ഗ്രീൻ ചില്ലി സോസൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാറാണ് പതിവ്. ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല. പിന്നെ സോയാ സോസ് നമ്മൾ അധികം ഉപയോഗിക്കാറില്ലല്ലോ, അപ്പോൾ ഞാനതിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിച്ചിരിക്കുകയാണ്. വാങ്ങിക്കുന്ന ആൾക്കാരാണെങ്കിൽ വാങ്ങിച്ചോളൂ, കുഴപ്പമില്ല. ഞാനത് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാമെന്ന് പറയുകയാണ്. ഓക്കെ, അപ്പം ഇനി അടുത്ത് നമുക്ക് 1 സ്പൂൺ സോയാ സോസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചെറിയ സ്പൂണാണ് കേട്ടോ. അപ്പം ഞാനൊരു 2.5 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഓഫ് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാൻ സ്റ്റവിൽ നിന്ന് ഇറക്കി വെച്ചു.
പാൻ ഇറക്കി വെച്ചു. അതായത് ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്ത് ഞാൻ പാൻ ഇറക്കി വെച്ചു. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മളിവിടെ ആദ്യം വറുത്ത് വെച്ചിരുന്നില്ലേ കോഴിമുട്ട, അത് ആഡ് ചെയ്യാം. മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ നമ്മൾ തണുക്കാൻ വെച്ചിരുന്നില്ലേ, ചൂടാറാൻ വെച്ചിരുന്നില്ലേ റൈസ്, ബിരിയാണി റൈസ്, അത് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പതുക്കെ പതുക്കെ ആഡ് ചെയ്യണം. അതോടുകൂടെ തന്നെ ബാക്കിയുള്ള കുരുമുളക് പൊടിയില്ലേ, പെപ്പർ പൗഡർ, അതും ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ആ മിക്സ് ചെയ്യണോടുകൂടി അതും നമുക്ക് മിക്സ് ചെയ്യാം. ഇതെല്ലാം സ്റ്റവിൽ നിന്ന് ഇറക്കി വെച്ചതിന് ശേഷം കേട്ടോ, ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്യാം നമുക്ക്. പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഒന്നുമില്ല. വളരെ ഈസി അല്ലേ നമുക്കിത് ഉണ്ടാക്കാനായിട്ട്? ഒരു പണിയില്ല. എന്ത് ടേസ്റ്റി ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് ഉണ്ടാക്കാം അല്ലേ രാവിലെ തന്നെ. അപ്പോൾ നിങ്ങൾ വൈകുന്നേരം ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. കിടക്കുന്നതിന് മുമ്പ് ഇതുപോലെ ബിരിയാണി റൈസ് വേവിച്ച് വെച്ചിട്ട് അത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ ബോക്സിലാക്കി എടുത്ത് വയ്ക്കുക. പിറ്റേ ദിവസം ഇതുപോലെ വേഗം കഷ്ണങ്ങളെല്ലാം വേഗം അരിഞ്ഞെടുത്തിട്ട് നമുക്കിതുപോലെ ഉണ്ടാക്കാം കോഴിമുട്ട ഉപയോഗിച്ചിട്ട്. ഈസി അല്ലേ? ഇതാണ് ഫ്രൈഡ് റൈസ്. അപ്പോൾ ഇതാ നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ നിങ്ങൾക്ക്? അടിപൊളിയല്ലേ? അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ, വളരെ ഈസി അല്ലേ ഇത് ചെയ്യാനായിട്ട്? 10 മിനിറ്റ്സ് കൂടെ വേണ്ട. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 5 മിനിറ്റ്സിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി എഗ് ഫ്രൈഡ് റൈസ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ എഗ്ഗ് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എഗ്ഗ് യൂസ് ചെയ്യേണ്ട, വെജിറ്റബിൾ മാത്രം ഉപയോഗിച്ചിട്ട് നിങ്ങൾ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതണു. ഓക്കെ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ചുവന്ന കളറിലുള്ളൊരു ബട്ടൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ സബ്സ്ക്രൈബ്ഡ് ആവും. പിന്നെ അടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തുടർന്നിടുന്ന പോസ്റ്റൊക്കെ നിങ്ങൾക്ക് മുടങ്ങാണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ശരി, അടുത്ത ഇനി എപ്പിസോഡിൽ വേറൊരു പുതിയൊരു വിഭവമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരും കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.